നമസ്കാരം. ദൈവം നൂലിൽ കെട്ടി ഇറക്കുമെന്ന് പറഞ്ഞാൽ എന്ന കഴിഞ്ഞ വീഡിയോയിൽ അനുഭവസ്ഥരുടെ ഒട്ടേറെ കമന്റുകൾ വന്നു. അതിലൊരാൾ എൽജാസ് റാവൺ വിൽ കം ടുഡേ ഓൾസോ എന്നൊരു കമന്റ് ഇട്ടു. ഏലിയാവിന്റെ കാക്ക. ഇതര മതവിഭാഗത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ എന്നെ വിളിച്ച് ഈ കാക്കയെ പറ്റി ചോദിച്ചു. അവർക്ക് യാതൊന്നും പിടികിട്ടിയില്ല. എന്താണ് റാവൺ എന്നൊക്കെയാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് ആ കഥയൊന്ന് പങ്കുവെച്ചില്ലെങ്കിൽ വീഡിയോയുടെ അർത്ഥം പിടികിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായത്. അത് ബൈബിളിലെ ഒരു സംഭവമാണ്. ബൈബിൾ അത്ഭുതങ്ങളുടെ കലവറയാണ്. രസകരമായി വായിച്ചു പോകാവുന്ന ഒരു അത്ഭുത ഗ്രന്ഥം. അതിലൊന്നാണ് റാവണിന്റെ നിയോഗം, അല്ലെങ്കിൽ ഒരു കാക്കയുടെ നിയോഗം. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിന്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം. അദ്ദേഹം രാജ്യം ഭരിച്ചത് BC 869 മുതലാണെന്നും അതല്ല BC 874 മുതലാണെന്നും പല അഭിപ്രായങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ കുപ്രസിദ്ധയായ ഈസബൽ രാജ്ഞിയെ പറ്റി? ഈ ആഹാബ് രാജാവിന്റെ ഭാര്യയാണ് ഈസബൽ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആഹാബ് രാജാവ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ആഹാബിനോട് തന്റെ ദൂതറിയിക്കാൻ ദൈവം ഏലിയ പ്രവാചകനെ നിയോഗിച്ചു. രാജാവിന്റെ പ്രവൃത്തികൾ ദൈവത്തിന് അനിഷ്ടകരമായതിനാൽ താൻ പറയാതെ ഇനി വർഷങ്ങളോളം ഇസ്രായേലിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് ഏലിയാവ് ആഹാബിനെ നേരിട്ട് കണ്ട് പ്രവചിച്ചു. രാജാവ് ഏലിയാവിന് നേരെ കലിപൂണ്ടു. ഏലിയാവിന് ജീവഹാനി നേരിടാം എന്ന അവസ്ഥ. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ജോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചു പാർക്കുക. നിനക്ക് കുടിക്കാനുള്ള വെള്ളം ആ തോട്ടിലുണ്ട്. കൃത്യസമയത്ത് നിനക്കുള്ള ഭക്ഷണം എത്തിച്ചു തരാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. രാജകോപം ഭയന്ന ഏലിയാവ് ദൈവം പറഞ്ഞ കെരീത്തിൽ പോയി ഒളിജീവിതം തുടങ്ങി. രാവിലെയും വൈകിട്ടും ഒരു കാക്കയുടെ ചിറകടി ശബ്ദമാണ് ആ വിജന തീരത്ത് ഏലിയാവിന് ആശ്വാസം പകർന്നത്. ദൈവം പറഞ്ഞതുപോലെ ഏലിയാവിനരികിലേക്ക് അത് ദിവസം 2 നേരം പറന്നു വന്നു. പ്രവാചകന് ഭക്ഷിക്കാനുള്ള അപ്പവും ഇറച്ചിയും വഹിച്ചാണ് പാവം കാക്കയുടെ വരവ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഉണക്കക്കാക്കയല്ല, റാവൺസ് എന്ന് പറയപ്പെടുന്ന വലിയ മലങ്കാക്കയായിരുന്നു അത്. ഒരാൾക്ക് വിശപ്പടക്കാനുള്ള അപ്പവും ഇറച്ചിയും റാഞ്ചി എടുത്ത് പറക്കാൻ കരുത്തുള്ള റാവൺസ്. മറ്റുള്ളവന്റെ ഭക്ഷണം കൊത്തിപ്പറിച്ച് വിശപ്പടക്കുന്ന കാക്കയെ കൊണ്ട് തന്റെ ഭക്തന്റെ വിശപ്പടക്കുന്ന ദൈവം. നമ്മൾ എവിടെ ഒളിച്ചിരുന്നാലും മറ്റാരും അറിയാത്ത ദുഃഖം ഉള്ളിൽ വഹിച്ച് തളർന്നു പോയാലും നമ്മെ തേടി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഒരു ദൈവസ്നേഹമുണ്ടെന്ന് ഏലിയാവിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. തന്റെ ഭക്തന്മാരെ പോറ്റാൻ ദൈവം കാട്ടിലെ കാക്കയെപ്പോലും ഉപകരണമാക്കുമെന്ന് സാരം. കൊടും വരൾച്ചയിൽ രാജ്യം മുഴുവനും പട്ടിണിയിലായപ്പോൾ അപ്പവും ഇറച്ചിയും ആ കാക്കയ്ക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? ഞാൻ വിശ്വസിക്കുന്നത് അത് ഏലിയാവിനെ ശത്രുവായി കണ്ട ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലെ അടുക്കളയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന്. ഒരിക്കലും സംഭവ്യമല്ലാത്ത കാര്യങ്ങളാണ് ഈശ്വരൻ തന്റെ ഭക്തർക്കു വേണ്ടി ചെയ്യുക. 3.5 വർഷമാണ് ഇസ്രയേലിൽ അന്ന് മഴയില്ലാതെ ആഹാബ് രാജാവിന്റെ രാജ്യം വരണ്ടുപോയത്. പക്ഷേ ദൈവഭക്തനായ ഏലിയ പ്രവാചകനെ ആ വർഷങ്ങളിൽ ഒരു നേരം പോലും പട്ടിണി കിടത്തിയില്ല സർവശക്തൻ. ലോകത്തിന്റെ പരിജ്ഞാനം മാത്രം കൈമുതലുള്ളവർക്ക് ഈ പറയുന്നതൊക്കെ ഭോഷത്വമായി തോന്നാം. കാക്ക ദിവസവും അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുത്തു എന്നത് കെട്ടുകഥയാണെന്ന് അവർക്ക് തോന്നാം. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇത്തരം പല അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ റാവണിനെ പോലെ ദൈവത്തിന്റെ ഉപകരണമായി ഞാൻ പലതവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നുമുണ്ട്. ജീവിതത്തിൽ കഠിനമായ ചില അനുഭവങ്ങൾ എനിക്ക് നേരിട്ടപ്പോൾ ദൈവം നിയോഗിച്ച ചില മനുഷ്യർ എൻ്റെ അരികിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഉറ്റവരോ പരിചയക്കാരോ ആരുമായിരുന്നില്ല അവർ. ആദ്യം കാണുന്ന മനുഷ്യർ. പക്ഷേ ഒരു സാധ്യതയും ഇല്ലാതിരുന്നിടത്ത് വഴികൾ താനേ തുറന്നു വന്നു. എൻ്റെ കുട്ടികളുടെ ജീവിതത്തിലും അത്തരം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ അന്ധമായി ആശ്രയിക്കുമെങ്കിൽ ആവശ്യങ്ങൾക്ക് നടുവിൽ കരയുമ്പോൾ നൂലിൽ കെട്ടി തന്നെ തരും.
അത് എൻ്റെ അനുഭവമാണ്, ആയിരക്കണക്കിന് ഭക്തരുടെ അനുഭവമാണ്. ലൂക്കാച്ചന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഈ നൂലിൽ കെട്ടുന്ന ചരിത്രം ഞാൻ മറ്റുള്ളവരോട് പങ്കുവെച്ചത്. അത് ലൂക്കാച്ചന്റെ മാത്രം അനുഭവമായിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞതെങ്കിലും എൻ്റെ ജീവിതത്തിലും നിരവധി തവണ സമാനമായ അനുഭവങ്ങൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.